തുടങ്ങി. Praise the Lord. Praise the Lord. Praise the Lord. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാവായി വീണ്ടും വരുന്നു. അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം.
വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. അതെ, ശ്രീയേശുനാമം അതിശയനാമമാണ്. കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ജീവനുള്ള ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മാനവകുലത്തെ തന്നെയും സൃഷ്ടിച്ച അതെ ഏകദൈവം, വാക്കിനാൽ ഉളവാക്കിയ അതെ ഒരു വാക്ക് കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടാക്കിയ ദൈവം, ഇത്ര വലുതായ ദൈവത്തെ, ഇത്ര അത്ഭുതവാനായ ദൈവത്തെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം നമുക്ക് വേണ്ടി, അതെ ഈ മാനവ കുലത്തിന് വേണ്ടി, ഈ ലോകത്തിൽ മനുഷ്യന് ആവശ്യമായ സകലവും സൃഷ്ടിച്ച ദൈവം, അതെ ആ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മാനവകുലത്തെ തേടി ഈ ലോകത്തിലേക്ക് വീണ്ടും വന്നത്. ദൈവം ആകാശവും ഭൂമിയും മനുഷ്യന് ആവശ്യമായ സകലവും സൃഷ്ടിച്ചതിന് ശേഷം അവൻ അതിൽ വസിക്കുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ജാതി മത ഭേദമന്യേ, ജാതിയും മതവുമായിട്ടല്ല സൃഷ്ടിച്ചത്. മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച ദൈവം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ദൈവം തന്നെ മനുഷ്യന് തക്ക തുണിയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം. അതെ, അവൻ മനുഷ്യനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറയുകയല്ല ചെയ്തത്. അവനെ വിവാഹം പോലും നടത്തി കൊടുത്തത് ദൈവം തന്നെയാണ്. അങ്ങനെ ആ ദൈവം മനുഷ്യനെ വിവാഹം ചെയ്ത് ഭൂമിയിൽ പെറ്റുവരുകി നിറയുവിനെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആണും പെണ്ണുമായി ഭൂമിയിൽ വസിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ വിവാഹം ദൈവം നടത്തി കൊടുക്കുന്നു. ആ വിവാഹിതരായ മാതാപിതാക്കളോട് അല്ലെങ്കിൽ വധൂവരന്മാരോട് ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകി നിറയുവിൻ, ഭൂമിയിൽ വാഴുവിൻ എന്ന് പറഞ്ഞ് മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെയും ജാതകം എഴുതിയതിനു ശേഷം ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ, അതെ അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ജാതകം എഴുതി. അത് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 35-ലേറെ പ്രവാചകന്മാർ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് യേശുക്രിസ്തു ജനിക്കുന്ന ഗ്രാമവും ഗ്രാമത്തിന്റെ പേരും അവരുടെ മാതാപിതാക്കളെയും വ്യക്തമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ലോകത്തിലേക്ക് ജനിച്ച ഏകപുത്രനാണ് യേശുക്രിസ്തു. അവൻ മാനവകുലത്തിന്റെ പാപം പരിഹാരകനായി ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയായ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് നിരപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ പാപം മോചകനായി ഈ ലോകത്തിലേക്ക് വന്നു. അവൻ 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അവൻ ദൈവമാണ് എന്ന് വ്യക്തമാക്കി തരത്തക്ക വിധത്തിൽ തന്നെ അവൻ അത്ഭുതങ്ങളെ ചെയ്തു കാണിച്ചു. ഒരു അത്ഭുതമല്ല, 2 അത്ഭുതമല്ല, 6 കോടി അത്ഭുത മനുഷ്യരുടെ ഇടയിൽ, അതെ അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവനോട് കൂടെ ഉണ്ടായിരുന്ന സകല ജനവും കാണത്തക്ക രീതിയിൽ തന്നെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, കണ്ണു കാണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, ബാക്കി വന്ന കഷണം 12 കുട്ട നിറച്ചെടുത്തുവെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഇത്രമാത്രം അത്ഭുതം ചെയ്ത് ഞാൻ തന്നെയാണ് ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്നും വ്യക്തമായി നിയമവും കൽപ്പനകളും തന്ന് അയച്ച ആ മനുഷ്യൻ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് പാപത്തിന് അധീനനായി തീർന്നപ്പോൾ ദൈവം മനുഷ്യരുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അവനെ മോചിപ്പിച്ച് വീണ്ടും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് അതേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം കൊടുത്ത ആ കൽപ്പനകളെ ലംഘിച്ചപ്പോൾ അവൻ പാപത്തിന് അധീനനായി തീർന്നു. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അവനെ ദൈവം തള്ളിക്കളഞ്ഞു. എന്നാൽ ആ തള്ളിക്കളഞ്ഞവനെ വീണ്ടും ദൈവം തന്നെ ചേർക്കുന്നതിന് വേണ്ടി, അവനെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്നതിന് വേണ്ടി പാപമോചകനായി ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ചിട്ട് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് വെറും 3.5 വർഷം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞാൻ തന്നെയാണ് ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ആകാശത്തിന് കീഴെയെങ്കിലോ ഭൂമിക്ക് മുകളിലെങ്കിലോ ഒരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രൂപം ഉണ്ടാക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യരുത് എന്നുള്ള ദൈവത്തിന്റെ ഓർഡർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപമോചകനായി തീർന്നു. അവൻ മരിച്ചിട്ട് അതോടുകൂടി അവസാനിച്ച ഒരു ദൈവമാണെങ്കിൽ അതേ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ കോടി ജനങ്ങൾ ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിൽ മരിക്കുകയും ജനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി മരിച്ചിട്ട് ആരും ഉയർത്തെഴുന്നേറ്റ ഒരു രംഗവും നമ്മൾ ഒരിടത്തും വായിച്ചിട്ടില്ല. എന്നാൽ മരിച്ചിട്ട് 3-ന്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊരാൾക്കും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ സാധിച്ചിട്ടില്ല. അതെ, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. കാരണം അവന് ജീവനുള്ളത് കൊണ്ട് അവൻ വിളിച്ചാൽ വിളി കേൾക്കുന്നു. അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു രക്ഷകനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആ നാമമാണ് എല്ലാ നാമത്തിനും മേലായ നാമം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല എന്നുള്ള ഈ സത്യ സന്ദേശം ഈ ദേശവാസികളോട് അറിയിക്കുവാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്നെയാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഓർഡറാണ്. നിങ്ങൾ പുറപ്പെട്ടു പോവുക, ലോകത്തിന്റെ അറ്റത്തോളം പോയിട്ട് സകലരോടും ഈ സത്യം പറയുക. ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യന് ആവശ്യമായ സകലവും ഭൂമിയിൽ ഉളവാക്കിയ ആ ദൈവം പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോയി സകലരോടും ഈ സത്യം പറയണം. വിശ്വസിക്കുന്നവൻ അതേ യേശു ക്രിസ്തുവാണ് രക്ഷകനെന്നും യേശു ക്രിസ്തുവാണ് പാപമോചകനെന്നും യേശു ക്രിസ്തുവാണ് പാപികളായ നമ്മളുടെ പാപമോചകനായി ലോകത്തിലേക്ക് അവതരിച്ചിട്ട് ഇന്നും ജീവിക്കുന്ന ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രക്ഷകനായ കർത്താവ് എന്നുമുള്ള ഈ രക്ഷാ സന്ദേശം ദേശത്തോട് വിവരിക്കുവാൻ പറഞ്ഞ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ടാണ് അവൻ ദൈവമാണ് എന്നുള്ള ഈ സത്യ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ ഞങ്ങൾ ഇന്ന് വഴിക്കവലയിലായിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞങ്ങളുടെ വചനം കേൾക്കുന്ന ആരും നരകത്തിന് യോഗ്യരായി തീരരുത് എന്നുള്ള ദൈവത്തിന്റെ ആ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ ദേശത്തോട് പറയുമ്പോൾ അതെ, ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിപ്പാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കട്ടെ. നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള ആ രക്ഷാ സന്ദേശം ദേശത്തോട് അറിയിക്കുമ്പോൾ അതെ, എന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അവരെ ചേർക്കുന്നതിന് വേണ്ടി വീണ്ടും വരും. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ള ഈ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുമ്പോൾ മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ അത് സവിസ്തരം ശ്രദ്ധിക്കണമേ. നിങ്ങൾ ആരും നരകത്തിന് യോഗ്യരായി തീരാതെ പാപ ജീവിതത്തിൽ നിന്ന് മോചിതരായി പാപത്തിന്റെ അധീനതയിൽ നിന്ന് മോചിക്കപ്പെട്ട്
സ്വർഗത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വരുന്നതിന് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചിട്ട് പാപികളായ നമ്മളുടെ രക്ഷകനായി വന്നവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ഈ സത്യ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങൾ ആരും അവഗണിക്കരുത്, നിങ്ങൾ ആരും ഇത് കേട്ടില്ല എന്ന് നടിക്കരുത്. ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമേ എന്നുള്ള ഈ സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ ദേശത്തോട് അറിയിക്കുവാനുള്ളത്. അതെ, മനുഷ്യനെല്ലാവരും നാശത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതേ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത ആ അരുമനാഥിന്റെ വെളിച്ചത്തിലേക്ക് വന്ന് ആ അരുമനാഥനിൽ ആശ്രയിച്ച് സ്വർഗത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വരുവാൻ നീ വിശ്വസിച്ചാൽ, അതേ യേശുക്രിസ്തു രക്ഷകനാണെന്ന് നീ വിശ്വസിച്ചാൽ, നീ വിശ്വസിക്കുക നിമിത്തം നീ മാനസാന്തരപ്പെട്ടാൽ, നീ നിത്യജീവൻ അവകാശിയായി തീരും. നിത്യജീവൻ അവകാശിയായി തീരണമെങ്കിൽ നമുക്ക് ഒരു പൈസയും ചെലവില്ല, ഒരു കർമ്മവും നടത്തണ്ട, ഒരു നേർച്ചയും നടത്തണ്ട. യേശുവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നമ്മുടെ വേദനകളെ ഒപ്പുതി നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല എന്നുള്ള ഈ സത്യ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുമ്പോൾ, പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ എല്ലാവരും ഇത് ഉൾക്കൊള്ളണമേ എന്നുള്ള ഒരേ ഒരു ആഹ്വാനം മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോടുള്ളൂ. നിത്യനരകത്തിന് യോഗ്യരായി തീരാതെ, അതേ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് നമ്മളെ ഭൂമിയിലാക്കിയവൻ. നമ്മൾ എത്ര കാലം ജീവിച്ചാലും ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്നേ മതിയാവൂ. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാരും ശിക്ഷാവിധിയിൽ അകപ്പെടാതെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം രക്ഷാകര പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ ഉൾക്കൊള്ളണമേ, സത്യാരാധനയിൽ നിങ്ങൾ കടന്നു ചെല്ലണമേ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി ഇരുന്ന് ആരാധിക്കുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കാതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അതെ, ആ യേശു രക്ഷകൻ നല്ല രക്ഷകനാണ്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്, അവൻ നമ്മളെ കരുതുന്നവനാണ്, നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം, അതെ, ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിലേക്ക് തിരിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താരിനി വേഗം വരും രാജാവാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം